പ്രശസ്ത പിന്നണി ഗായകനും റാപ്പറുമായ ഡബ്സി കഴിഞ്ഞ ദിവസം സ്റ്റേജ് ഷോയ്ക്ക് മുൻപായി നടത്തിയ മോശം പെരുമാറ്റം നിലവിൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കാണ് വഴിയൊരുക്കിയത്. മെയ് 20 ബോൾഗാട്ടി പാലസിൽ നടന്ന മ്യൂസിക് ഇവന്റുമായി ബന്ധപ്പെട്ട് സൗണ്ട് എഞ്ചിനീയർക്ക് നേരെയുണ്ടായ ഡബ്സിയുടെ മോശം പെരുമാറ്റത്തെയും സഭ്യമല്ലാത്ത രീതിയിലുള്ള സംസാരത്തെയും വിമർശിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത്. സ്റ്റേജ് ഷോ ഡയറക്ടറും സെലിബ്രിറ്റി മാനേജറുമായ സിറാജ് ഖാൻ ഡബ്സിയുടെ ഈ മോശം പെരുമാറ്റത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നതോടെയാണ് സംഭവം ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. ഇപ്പോഴിതാ ഈ സംഭവത്തിന്റെ സത്യാവസ്ഥയിൽ കൂടുതൽ വ്യക്തത വന്നിരിക്കുന്ന വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിരിക്കുന്നു. ഡബ്സിയുടെ പരിപാടിയിൽ സൗണ്ട് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് അന്നുണ്ടായ സംഭവത്തെ കുറിച്ച് സംസാരിക്കുന്നത്. എന്തുകൊണ്ടുണ്ടായെന്നറിയോ, ഇത് അവിടെ വർക്ക് ചെയ്തൊക്കെ പ്രൊഫഷണൽ ആൾ തന്നെയാണ്. സച്ചിയാണ്, ബാൻഡൊക്കെ വർക്ക് ചെയ്യുന്ന സച്ചിയും ആൾക്കാരൊക്കെ തന്നെയാണ് വർക്ക് ചെയ്തുള്ളത്. ഇദ്ദേഹം തലേദിവസം ഈ ഇന്നിയർ മോണിറ്റർ കൊണ്ടുപോയി അടിച്ച് കിണ്ടിയായിട്ട് എന്തൊക്കെ വലിച്ചു കയറ്റിയിട്ട് തലേദിവസം വേറെ പരിപാടി ഉണ്ടായിരുന്നു. ആ സെയിം സൗണ്ടിൽ തന്നെ പരിപാടി ഉണ്ടായിരുന്നു. ഇന്നിയർ മോണിറ്ററൊക്കെ കൊണ്ടുപോയി ആള്, ബോഡി പാക്കും ഹെഡ്സെറ്റ് ഇതൊക്കെ കൊണ്ടുപോയി. അപ്പോൾ ഇവരിത് കാണാണ്ടായപ്പോൾ ചോദിച്ചു, അവൻ്റെ അടുത്ത് എന്താ കൊണ്ടുപോയി എന്ന് ചോദിച്ചപ്പോൾ അവ അറ്റം പറഞ്ഞില്ല എന്ന് പറഞ്ഞു. പിന്നീട് അത് പ്രശ്നമാവുമെന്ന് കണ്ടപ്പോൾ തിരിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞ്, നിങ്ങൾ മൈക്കും കോഡ്ലെസ്സും മൈക്കും കാര്യങ്ങളും അതുപോലെ തന്നെ ഇന്നിയറും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരുപാട് പൈസയാണ് നഷ്ടമാകുക. അപ്പോൾ പഴയ മൈക്ക് പോലെയല്ല, നല്ല വില കൂടിയ മൈക്കുകളാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് മൂപ്പരാള് നല്ല ഫിറ്റായിരുന്നുകൊണ്ട് അപ്പോൾ എന്തൊക്കെ എതിർപ്പുണ്ടായിട്ടുണ്ട് ആ സമയത്ത്. പിന്നെ അവിടെയുള്ള വേറെ പരിപാടിക്ക് വന്ന ആർട്ടിസ്റ്റുകളായിട്ടൊക്കെ ഉടക്കുണ്ടായിട്ടുണ്ട് ഇദ്ദേഹം. അത് വെച്ചിട്ട് പിറ്റേസ സൗണ്ട് ചെക്ക് വന്നപ്പോൾ ഇവൻ DJ പ്ലെയറിൻ്റെ വോളിയം കൂട്ടി വെച്ചപ്പോൾ ഓൾറെഡി ഡിസ്റ്റോർട്ട് ചെയ്യുമല്ലോ. അവിടെ ബൂത്ത് ഔട്ടും DJയുടെ ബൂത്ത് ഔട്ടും ഡിസ്റ്റോർട്ട് ചെയ്തു, PN ഡിസ്റ്റോർട്ട് ചെയ്തു, ആകെ ഡിസ്റ്റോർട്ട് ചെയ്തു. അപ്പോൾ ഇദ്ദേഹം സച്ചി കുറച്ച് ലെവൽ വെച്ചിട്ട് പറഞ്ഞ് മോണിറ്റർ ഭയങ്കരമായിട്ട് ഡിസ്റ്റോർട്ട് ചെയ്യുന്നുണ്ട്, അവിടുന്ന് വരുന്ന PA DJ പ്ലെയർ കൂടുതൽ വോളിയാണ്. അത് DJ ചെയ്യണവരല്ല ചെയ്യണത്, ഇവൻ തന്നെ കൂട്ടി വയ്ക്കുകയാണ് ചെയ്തത്. DJ കാരനായിട്ട് എന്നിട്ട് ഉടക്കായി, ഇവൻ തന്നെ കൂട്ടി വെച്ച് പോയിട്ട്. അപ്പോൾ ഉടക്കായി കൂട്ടി വെച്ചപ്പോൾ പുറത്തേക്ക് വരുന്ന വോളിയം ഓൾറെഡി ഡിസ്റ്റോർട്ടാണല്ലോ. അതാ സൗണ്ട് എഞ്ചിനീയർ പറഞ്ഞ്. പിന്നെ അവൻ്റെ മീതുണ്ട് കയറിയ സംഭവം വോയിസാണ് ആ കേട്ടോണ്ടിരിക്കണത്. എന്തപ്പോ അവനോടൊക്കെ പറയാ, എന്താണ് പറയണത് അവനൊരു പിടുത്തമില്ല. ഞാൻ പിച്ച് കുറയ്ക്കണോ, ഈ പിച്ചും ഇതൊക്കെ തമ്മിൽ എന്താ ബന്ധമെന്ന് എനിക്കിപ്പോഴും പിടുത്തം കിട്ടിയിട്ടില്ല. പിച്ച് കുറയ്ക്കണോ, അതുപോലെ തന്നെ DB കുറയ്ക്കണം, എൻ്റെ DB എനിക്ക് വേണം. അപ്പോൾ DB എന്താന്ന് ഇപ്പോഴും സത്യത്തിൽ എനിക്ക് മനസ്സിലായില്ല. DB എന്താണ് അവ ഉദ്ദേശിക്കുന്ന DB എന്ന് പിടുത്തം കിട്ടിയില്ല. അങ്ങനെ കുറേ വിടുവായത്തരങ്ങൾ ഇങ്ങനെ പറയുന്നത്, എന്താ പറയാ, കേട്ടപ്പോൾ എനിക്ക് തോന്നിയതാ. അപ്പം സംഭവം എന്തായാലും നല്ല ഉഷാറായിട്ടുണ്ട്. അവൻ കാരണം ബാക്കിയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അതൊരു